വലിയേട്ടാ എന്തെങ്കിലും ചെയ്യൂ. ആ ചായക്കട ചേട്ടൻ എനിക്ക് സമൂസ തരുന്നില്ല. എപ്പോ സമൂസ ചോദിച്ചാലും കൊടുക്കാനുള്ള പൈസ ചോദിക്കുന്നു. മാത്രമല്ല ഇന്ന് വല്ലാതെ എന്നെ തല്ലുകയും ചെയ്തു. അവൻ അത്രയ്ക്ക് ധൈര്യമായോ നിന്നെ തല്ലുവാനായി? ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിച്ചിട്ട് വരാം. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. പിന്നെ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചെല്ല് നല്ലോട്ട് പൊട്ടിച്ചോ. രക്ഷിക്കണേ. അവൻ എന്നെ വല്ലാതെ അങ്ങ് ഇടിച്ചിടിച്ചൊരു പാഠം പഠിപ്പിച്ചു. അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഡോക്ടർ ജഡ്ക പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞങ്ങള് പൈസ കൊടുക്കാനുള്ള കാര്യം അവൻ മറന്നു പോണം. ഓയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് പഴയ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള സൂചിയാ. ഇതുകൊണ്ട് നീ ആ ചായക്കടക്കാരനെ കുത്തണം. കടം മുഴുവനും വീടിയതുപോലെ ഒരു ബോർഡും അയാളെ കാണിച്ചേക്ക്. പിന്നെ കളി മാറിയില്ലേ. പിന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അയാളുടെ അടുത്ത് പോയി സമൂസ കഴിക്കാം. പൈസയും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വലിയേട്ടാ ഇത് കൊള്ളാമല്ലോ. എന്ന് വെച്ചാൽ പൈസ തന്നു എന്നുള്ള ബോർഡ് കാണിച്ചാൽ മതി അല്ലേ? എന്നല്ലേ പറയുന്നത്? പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ ബോർഡ് മാത്രമേ അയാളെ കാണിക്കാവുള്ളൂ. വേറെ എന്തെങ്കിലും അയാള് കാണുവാണെങ്കിൽ ആ കാണുന്നത് തന്നെ അയാള് ചെയ്യത്തുള്ളൂ. ആ ശരി, ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതാ എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് ചങ്കേ. ഇതാ ഇഷ്ടം പോലെ സൂചിയും പിന്നെ ഇതിന്റെ പൈപ്പും ഉണ്ട്. ദൂരെ നിന്ന് പൈപ്പിനകത്ത് സൂചിയിട്ട് അമ്പെയ്യുന്ന പോലെ അങ്ങ് ചെയ്താ മതി. സൂചി അവിടെ കൊണ്ടു കഴിയുമ്പോ ഇന്നത്തെ പൈസ തന്നു എന്നുള്ള ബോർഡ് കാണിക്കണം. നല്ല ഒന്നാന്തരം ചായ, പിന്നെ ഫസ്റ്റ് ക്ലാസ് സമോസയും. ബോസ് ബോസ്, ഇത് നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കും, അല്ലാതെ വേറെ ആര് വൃത്തിയാക്കാനാണ്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. പക്ഷെ വേഗം ഇവിടുന്ന് ഓടുന്നതാ നല്ലത്. ചിങ്കം ഇപ്പൊ ഇവിടെ എത്തും. ജോണിന് പറ്റിയ പണി ഇത് തന്നെയാണ്. ഇങ്ങോട്ടാ, ഇത്തവണ എന്റെ ഊഴവാ. പൊളിച്ചെടുത്തല്ല. കുറെ നേരമായി നമ്മളിങ്ങനെ ഊതി കളിക്കുന്നു. എന്റെ കൂടെ വാ പത്ലു. മോട്ടു വേഗം ഇന്ന് കടന്നെന്ന നാളെ കാശ് തരാന്നുള്ള ബോർഡ് കാണിക്കേ. ഇയാള് ബ്രൂസിലിന്റെ പോസ്റ്ററാ കണ്ടത്. മാത്രമല്ല അയാള് ബ്രൂസിലായി മാറിക്കഴിഞ്ഞു. ഇതിപ്പോ പഴയതിനെക്കാളും ശക്തിയുള്ള അടിയാ ഇപ്പൊ കിട്ടുന്നത്. മോട്ടു പത്ലു, സമോസ വന്ന് കഴിച്ചിട്ട് പോയാട്ടെ. വേണ്ട വേണ്ട, ഞങ്ങള് സമൂസ കഴിക്കുന്നില്ല. എന്ത്? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? എന്റെ സമോസ വേണ്ടെന്നോ?
ഞാൻ കാണിച്ചു തരാം. ഏയ്, ആ. ആ, ഇനി പറയൂ, എന്റെ സമോസ കഴിക്കുന്നോ ഇല്ലയോ? സമൂസയൊക്കെ കഴിച്ചോളാം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഏ? സമോസ കഴിക്കണം, പക്ഷേ കടം വാങ്ങിയിട്ടാണോ? ഏ? ബോക്സർ ചേട്ടാ, ആരെങ്കിലും നിങ്ങളുടെ അയൽവാസിയെ തല്ലിയാ നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ അവന്റെ നട്ടും പോയിട്ട് അടിച്ചളക്കും. ഇപ്പൊ ചായക്കടച്ചേട്ടൻ നിങ്ങളുടെ അയൽവാസിയെ തല്ലിയിരിക്കുക. ചായക്കടക്കാരാ, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഓയ്, ഞാൻ അങ്ങോട്ട് വരുവാ. മേലാൽ ഒരിക്കലും ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ വരരുത്, മനസ്സിലായോ? സമോസ കഴിക്കുന്നോ? ഞാൻ ഈ സമൂസ ഒന്നും കഴിക്കാറില്ലേ. അങ്ങനെയെങ്കിൽ അടി വാങ്ങിക്കോ. ഈ ചായക്കടക്കാരൻ എന്താ പറ്റി? പെട്ടെന്ന് അയാളങ്ങനെ ബ്രൂസ്ലിയായേ. അതൊന്നും ചോദിക്കണ്ട, അതൊരു വലിയ കഥയാണ്. വേഗമാവട്ടെ, സമോസ കഴിക്കേ, എന്നിട്ട് പൈസ എടുക്കേ, അല്ലെങ്കിൽ വീണ്ടും ഞാൻ തുടങ്ങും. ഓ, എനിക്ക് വേണ്ടേ, ഇനി എനിക്ക് വേണ്ടേ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ചായക്കടക്കാരന്റെ അടുത്ത് അത് വർക്കൗട്ട് ആയോ? അതാ നീഡിൽ കുത്തിക്കഴിഞ്ഞ പിന്നെ അയാൾ ബ്രൂസിലിയുടെ പോസ്റ്ററാ കണ്ടത്. പിന്നെ കാണുന്നവരെയൊക്കെ അടിയുടെ പൊടി പൂരായിരുന്നു. സമൂസ കഴിച്ചാലും അയാൾ അടിക്കും, സമൂസ കഴിച്ചില്ലെങ്കിലും അയാൾ അടിക്കും. ഓ, എന്റെ രോഗികളാണ് സത്യം. നിങ്ങൾ എങ്ങനെ ഓടല്ലേ? ഇതിനൊക്കെ ഒരു വഴിയുണ്ടെന്ന്. ചെന്ന് എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ആ സൂചി ഇങ്ങ് ഊരിയെടുക്ക്, അപ്പൊ അവര് പഴയ പോലെ ആവും. താങ്ക് യു വലിയേട്ടാ. മതി, ഇനി ഇവിടെ തന്നെ നിൽക്ക്. നിങ്ങളുടെ കളിയൊക്കെ ഇനി മതിയാക്ക്. ബോബോ, 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 ബോബോ. എന്റെ അമ്മോ. എന്റെ അമ്മോ, എന്തപ്പോ ഇവിടെ ഉണ്ടായത്? എന്റെ അമ്മോ, ശരീരത്തിന് എന്തൊരു വേദന, എന്തോ മുട്ടുകുത്തി ഞാൻ ഓടിയതുപോലെ ഉണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ, എന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ചായക്കടക്കാരൻ ചേട്ടന്റെ കഴുത്തിൽ നിന്ന് ആ നീഡിലെടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഹലോ സിംഗം സാർ, വരൂ, വന്ന് സമോസ കഴിക്കൂ. എന്റെ അമ്മോ, എനിക്ക് ഈ സമോസ ഒന്നും വേണ്ട, കഴിക്കാൻ വല്ല പുട്ടും കടലയും തന്നാ മതി. അങ്ങനെയോ? എന്നാ അടികൊള്ളാൻ തയ്യാറായിക്കോ. എന്റെ അമ്മോ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ചായക്കടക്കാരൻ ചേട്ടാ, ഞാൻ നിങ്ങളുടെ കഴുത്തിൽ ഒരു സൂചി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോധം കെട്ട് വീഴുന്നതായിരിക്കും. ഇനിയല്ലേ രസം? നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ?
എന്താ കഴിക്കാൻ വേണ്ടേ? സമോസയോ മിഠായിയോ? മോട്ടു, നിനക്ക് ഞാൻ സമോസയൊന്നും തരില്ല. ആദ്യം പൈസ താ. ചായക്കട ചേട്ടാ, താങ്ക് യു. നിങ്ങൾ എങ്ങനെ കാണാനാ ഭംഗി അറിയോ? ചേട്ടാ, ഇവനെന്ത് പറ്റി? ഇവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇനി ഇവന് കുഴപ്പം ഉണ്ടാവും. ഇവൻ കാരണം ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്, കുറെ ഇടിയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, Hey, Motu! Stop! Stop in the name of